എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഷെയറുകളാണ്. ഇപ്പോൾ മാർക്കറ്റ് വീക്കായതുകൊണ്ട് നമുക്കധികം ഷെയറുകൾ കിട്ടുന്നില്ല. എന്നാലും ഒരു 12 ഷെയർ നോക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയറിനകത്ത് നമ്മൾ പറയുന്ന രീതി ചാൻസ് വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുക, അതിനുശേഷം ആ സമയത്തെ ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇടുക എന്നും പറയുന്നത് തന്നെ. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഷെയർ ഒന്ന് ഇന്ത്യ മാർട്ടിൻ്റെ ആവറേജിൻ്റെ താഴെയാണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ആവറേജിന് മുകളിലൊക്കെ ട്രേഡായിട്ട് തിരിച്ചിറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് എടുക്കാം ഈ ഷെയറിൽ. അതുപോലെ വേറെ ഞാൻ പറയുന്ന പോലെ അടുത്തടുത്താണ് ക്ലോസിങ്ങും ആവറേജും എങ്കിൽ ആ ഷെയറിനകത്തും ആവറേജിന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ ഒരു ഷെയർ കാരിസിൽ എന്ന് പറയുന്ന ഷെയർ, അതിൻ്റെ ക്ലോസിങ്ങും ആവറേജും ഏകദേശം ഒരേ സ്ഥലത്താണ്. അപ്പോൾ ഓപ്പണിങ്ങിൽ ചിലപ്പം ഹൈ അടിക്കാതെ ഇന്നത്തെ ഹൈയുടെ മുകളിൽ വരാതെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ആ റേഞ്ചിൽ നിന്ന് നമുക്ക് ചാൻസ് എടുക്കാം. പിന്നെ ബാക്കി എല്ലാ ഷെയറുകളും വലിയ മൂവ്മെൻറ്റ് തന്നിട്ട് നോർമൽ നമ്മളൊരു 15-20% ഒക്കെ കിട്ടുന്ന മൂവ്മെൻറ്റുള്ള ഷെയറാണ് ഏറ്റവും നല്ലത്. ഇത് പക്ഷേ ഇന്ന് അധികം ഷെയറുകളില്ല അങ്ങനെ. അപ്പോൾ ഏത് ഷെയറിലാണെങ്കിലും നമുക്ക് പല ലെവലുകളുണ്ട്. ഇന്നത്തെ ആവറേജ് പ്രൈസ്, അതായത് ഇന്ന് ഈ കാണിച്ചിരിക്കുന്ന ആവറേജ് പ്രൈസ്, അതിനുശേഷം ഇന്നത്തെ ഹൈ, അതിനുശേഷം നമ്മൾ നോക്കട്ടെ R1, R2, R3, R4 ഈ ഏതെങ്കിലും ലെവലുകളിൻ്റെ മുകളിൽ വന്നിട്ടാണ് ഈ ഷെയർ ഇറങ്ങുന്നതെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചാൻസ് എടുക്കാം. പിന്നെ ഇപ്പം ഒരു ഷെയർ വന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ ഈ എക്സാമ്പിൾ ഈ സാങ്കി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ 114, R1 പോയി, R2 പോയി, ഇപ്പോൾ R3 പോയെന്ന് വെച്ചാൽ R2ൻ്റെ മുകളിൽ പോയിട്ട് 119.72 ഒറ്റയടിക്ക് 114 വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ടത് 119.72 താഴെ വരുമ്പോഴാണ്. അതല്ലാതെ ഇവിടുന്ന് ഒറ്റയടിക്ക് 114 വരുമ്പോൾ ഒരിക്കലും നമ്മൾ എൻട്രി എടുക്കരുത്. നമ്മൾ നേരെ നോക്കേണ്ടത് ഈ 114 119 ഇടയ്ക്ക് അതിൻ്റെ ആവറേജ് ആണെങ്കിൽ ആ ആവറേജ് വരുന്ന സമയത്ത് നമുക്ക് ചാൻസ് എടുത്തിട്ട് ആ സമയത്ത് ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടാം. പിന്നീട് ഈ ഹെഗ് എന്ന് പറയുന്ന ഷെയർ എനിക്ക് തോന്നുന്നില്ല മൂവ്മെൻറ്റ് ഇനിയുണ്ട്. എന്തായാലും നമുക്ക് ലെവൽ വരുന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കും. ഇപ്പോൾ 1808.85 ക്ലോസിങ്. അപ്പോൾ ഒന്നുകിൽ ഈ ലെവലിന് ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുക, അതല്ല എങ്കിൽ R1, R2 ഏത് റേഞ്ചാണോ പോയിട്ട് വരുന്നത് ആ റേഞ്ചിൽ എടുക്കുക. അതല്ല ഈ ഷെയർ വീക്കായിട്ടാണ് ഓപ്പണിങ്, ഇപ്പം 1808 ക്ലോസിങ്. അപ്പോൾ ഇത് വീക്കായിട്ട് ഒരു 1% 2% ഡൗൺ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെ ട്രേഡായി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഒന്നുകിൽ ഇത് ഇച്ചിരി സ്ട്രോങ് ഷെയർ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ ആവറേജ് പ്രൈസിന് താഴെ ഒരു പ്രാവശ്യം ട്രേഡായിട്ട് തിരിച്ച് ഈ ആവറേജ് പ്രൈസിന് മുകളിൽ കയറുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെ ചാൻസ് ബൈ ചെയ്യേണ്ട ഒരു കാറ് അങ്ങനെ നോക്കാം. അതല്ല ഇത് താഴോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ ഇതിന് താഴോട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇന്നത്തെ ദിവസം 4-5 ഷെയർ അങ്ങനെ തന്നിട്ടുണ്ട്. നമ്മൾ നോർമൽ ചെയ്യുന്ന ചാൻസുകൾ ഇല്ലെങ്കിൽ മാത്രമാണ് ഇത് പറഞ്ഞത്. അതുപോലെ ലിൻഡെ ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ, എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് വലിയ ഷെയറാണ്. ഇത് ചിലപ്പോൾ ഈ R1 വരാം. ഇപ്പോൾ ക്ലോസിങ് 6320 കാണിച്ചെന്ന് പറഞ്ഞാലും ഓപ്പണിങ് ഹെവി മൂവ്മെൻറ്റ് വന്നാൽ ഈ റേഞ്ച് പോയിട്ട് വരാം ഈ ഷെയർ. അങ്ങനെ ഈ റേഞ്ച് പോയിട്ട് ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യാവൂ. അതുപോലെ ഗ്രീൻ ലാബ് എന്ന് പറയുന്ന ഷെയർ 510, 514 ആവറേജും R1 അല്ല പ്രീവിയസ് ഡേ ഇന്നത്തെ ഹൈയും R1 തമ്മിൽ ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ ഈ 2 ലെവലിന് മുകളിൽ പോയിട്ട് ഇപ്പോൾ 515 പോയിട്ട് ഇവിടെ 515, 16 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല എങ്കിൽ ഈ 510 പോയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് അടുപ്പിച്ചടുപ്പിച്ചായതുകൊണ്ട് അത്രയും ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ 2 റേഞ്ചിൽ നമുക്ക് എൻട്രി എടുക്കാം, സെൽ എൻട്രി എടുക്കാം. അത് 515 മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുമ്പോഴായിരിക്കണം ഈ 510 താഴെ പോകുമ്പോൾ എടുക്കേണ്ടത്. അല്ലാതെ 510 വരുമ്പം പോയിട്ട് ഇപ്പോൾ 512, 13 പോയിട്ട് 510 താഴെ വന്നാൽ നമ്മൾ എൻട്രി എടുത്തിട്ട് ആ സമയത്തെ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം.
അതുപോലെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഇതെല്ലാം ഞാനീ പറഞ്ഞ റേഞ്ചുകൾ നോക്കി മാത്രമേ ചെയ്യാം. ഇപ്പം ഈ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ല കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി സ്റ്റോക്ക് നോക്കി വെച്ച് അതിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി എൻട്രി ചെയ്ത് ഡെലിവറി എടുക്കുന്നത് നല്ലതായിരിക്കും. കുറേ ഷെയറുകൾ ഇപ്പോൾ നല്ല റേഞ്ച് വന്നിട്ടുണ്ട്, നമുക്ക് ലോങ് ടൈമിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി എടുത്തെടുത്ത് മാറുക. അപ്പോൾ പിന്നീട് ഈ മുദ്ര എന്നൊക്കെ പറയുന്ന ഷെയർ ഇന്നും എടുത്തിട്ടുണ്ട്. ഇന്നും നല്ല ചാൻസ് വന്നു, പക്ഷേ ലാസ്റ്റ് ടൈമിൽ അത് നല്ല രീതിയിൽ കയറി വന്നു. ഇതും വന്നിട്ട് നാളെ ഈ 625 630 ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്നതുകൊണ്ട് നമുക്ക് എൻട്രി ഈസി ആയിട്ട് എടുക്കാം. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് വേണം നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് വേണം നമ്മൾ ടാർഗറ്റ് നമ്മൾ നോക്കാൻ. ഇപ്പോൾ ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഹെവി മുകളിലോട്ടും താഴോട്ടും ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളൊരു എൻട്രി എടുത്തതിന് ശേഷം ഇത്ര വന്നാലേ നമ്മൾ കട്ട് ചെയ്യുക, അങ്ങനെയൊന്നും വെച്ചോണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ബുക്ക് ചെയ്ത് മാറുക. അപ്പോൾ നമ്മൾ ഇപ്പം ഈ 12 ഷെയറുകളേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ദിവസത്തേന്. ഇതിൽ നോക്കുക, ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന രീതി വരുന്നിട്ടുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുക. പിന്നെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കി അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ചാൻസ് തന്ന ഷെയറുകൾ നമ്മൾ ഇത്രയും ഷെയറുകളായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്തത്. അപ്പോൾ ഈ മുദ്ര എന്ന് പറയുന്ന ഷെയറിനകത്ത് നല്ല ചാൻസ് ആയിരുന്നു. ഇതുണ്ടല്ലേ, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി 600 മുകളിൽ പോയി തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കുക, 616 റേഞ്ച് എൻട്രി എടുത്താലേ നോക്കി 568 വരെ വന്നു. അത്രയും നല്ല പ്രോഫിറ്റ് തന്ന ഷെയറിനകത്ത് എന്തായാലും ചിലപ്പോൾ സെല്ലിങ് വന്ന ഷോർട്ട് കവറിങ്, അങ്ങനെ വന്ന ഷോർട്ട് കവറിങ് ആയിരിക്കാം ഇത്. ലാസ്റ്റ് ടൈമിൽ ഹെവി ആയിട്ട് മുകളിൽ കയറിപ്പോയി. നമുക്ക് ഈ റേഞ്ച് നല്ല എവിടെ 9.15 തൊട്ട് 12.5 വരെ, 12.5 കഴിയുന്നിടം വരെ അത് നല്ല രീതിയിൽ ഡൗണിൽ തന്നെയായിരുന്നു ആ ഷെയർ. നമുക്ക് ഈ ഒരു റേഞ്ച് ഇപ്പം 616 സെല്ല് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും 600 റേഞ്ച് 590 റേഞ്ചൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ 566 67 റേഞ്ച് വരെയും വന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഷെയർ സിഗ്നിറ്റി ടെക് എന്ന് പറയുന്ന ഷെയർ കണ്ടില്ലേ, ഓപ്പണിംഗ് ഹൈ ആണ്, ഹൈ അടിച്ച് തിരിച്ചിറങ്ങി. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ് ഓപ്പണിംഗ് വന്നത്. അതിനുശേഷം ഇറങ്ങി പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കും. ഇവിടെ 1189 റേഞ്ചിലെടുത്താൽ നമുക്ക് 1169 20 രൂപ. പിന്നെ അത് കണ്ടിന്യൂസ് ആവറേജ് വരും, തിരിച്ചിറങ്ങി 1151 ലാസ്റ്റ് ആയപ്പോഴത്തേന് 1140 വരെ വന്നു. ഏകദേശം 50 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ NH എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീവിയസ് ഡേ ഹൈ പോയില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ട അതിൻ്റെ ആവറേജ് നോക്കാം. ആവറേജിൽ നോക്കി NHൻ്റെ ആവറേജ് 1257 ഒരു ഹൈ അടിച്ചതിന് ശേഷം അത് ആവറേജിന് താഴെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. അത് കാണിച്ചു തരാം. 1200 അത് ഹൈ അടിച്ചില്ല, കറക്റ്റ് ആ ഹൈയുടെ അടുത്ത് 2 രൂപ വ്യത്യാസം വരെ വന്നിട്ട് ഇറങ്ങി. നമ്മളന്നേരം നമുക്ക് വേറെ ചാൻസുകൾ, നമുക്ക് ചാൻസുള്ള 1257 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ 57 ഈ റേഞ്ചൊക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കണം. പക്ഷേങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈ ആയതുകൊണ്ട് അതിൻ്റെ നോക്കി ക്വാണ്ടിറ്റി കുറച്ചോ ഒക്കെ എടുക്കുക. പക്ഷേ ഇത് ലാസ്റ്റ് ടൈം ആയപ്പോൾ ഇവിടെ കണ്ടില്ല, നല്ല രീതിയിൽ ഇറങ്ങി പോയി. 257 എടുത്തായിരുന്നു, 242 വരെ എങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അസ്റ്റക്കും ഇതിൻ്റെ ആവറേജ് നമുക്ക് പ്രീവിയസ് ഡേ ഹൈ കിട്ടുന്നില്ല, ഹൈ പോലും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആവറേജ് ട്രൈ ചെയ്ത് നോക്കാം. അസ്റ്റക്ക് എന്ന് പറയുന്ന ഷെയറിൻ്റെ ഇതല്ല, ആവറേജ് 1051. അപ്പോൾ നമ്മൾ 1051 താഴെ ട്രേഡ് നിൽക്കുന്നുണ്ട്, നമുക്ക് ചാൻസ് എടുക്കാം അതിൽ. അത് ഇത് കണ്ടില്ലേ, ഏകദേശം ആവറേജിന് 51 53 54 അവിടെ നിന്ന് 51 താഴെ നിൽക്കുന്നുണ്ട്. നമ്മൾ എൻട്രി എടുത്താൽ
ആ റേഞ്ച് 51 നിന്ന് 1006 വരെ വരുന്നുണ്ട്. നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസുകൾ കണ്ടില്ല, 2-3 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പം ഇവിടെ ഒരു എൻട്രി ഇടാം, 51 റേഞ്ച് ഒരു എൻട്രി എടുത്താൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ എത്രയും കിട്ടുന്നുണ്ട്, 10-20 രൂപയ്ക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ. അങ്ങനെ വേറെ പല ഷെയറിനകത്ത് ഇപ്പോൾ ഇക്യു എന്ന് പറയുന്ന ഈ ഷെയർ ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഹൈ എല്ലാം അടിച്ച് ഇറങ്ങി. ഇവിടെ നമ്മൾ ഈ റേഞ്ചിൽ 305 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 294, 289, 88 റേഞ്ചിലോട്ടൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ ഷെയറിനകത്ത് ചെറിയ ചാൻസുകളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളാ റേഞ്ച് ഇതുപോലെ നോക്കുക, നമ്മളാ റേഞ്ച് കട്ട് ചെയ്യുമ്പോൾ, ലെവൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചാൻസ് എടുക്കുക. ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.